ഒരു സൈനികൻ ഒരിക്കലും മരിക്കാറില്ല എന്ന് പറയാറുണ്ട്. അത് പക്ഷേ നമ്മൾ ആലങ്കാരികമായിട്ട് പറയുന്നതല്ലേ. അവരുടെ ശരീരം നശ്വരമാണെങ്കിലും അവരുടെ വീരശൂരത്വം എന്നും നമ്മുടെ ഓർമ്മയിൽ നിലനിൽക്കുമെന്ന അർത്ഥത്തിൽ പറയുന്നതല്ലേ. പക്ഷെ ഒരു ഇന്ത്യൻ സൈനികൻ തന്റെ ജീവൻ വെടിഞ്ഞിട്ടും അരനൂറ്റാണ്ടിലേറെയായി ഇപ്പോഴും ഡ്യൂട്ടിയിലാണെന്ന് ഞാൻ പറഞ്ഞാലോ? ഇന്ത്യൻ അതിർത്തികളിൽ കാവൽ നിൽക്കുന്ന സൈനികർക്ക് ധീരതയുടെയും വിശ്വാസത്തിന്റെയും പ്രതീകമാണ് ബാബ ഹർഭജൻ സിംഗ്. 1968 മരണപ്പെട്ട പഞ്ചാബ് റെജിമെന്റിലെ ഈ സൈനികൻ ഇപ്പോഴും സിക്കിം അതിർത്തിയിൽ, പ്രത്യേകിച്ച് തന്ത്രപ്രധാനമായ നാഥുലായിൽ തന്റെ സേവനം തുടരുന്നുവെന്നാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ വിശ്വാസം. 1946 ഓഗസ്റ്റ് 30 ജനിച്ച സെപ്പോയി ഹർഭജൻ സിംഗ് 1968 ഡ്യൂട്ടിക്കിടെ മരിക്കുന്നത്. നാഥുലായ്ക്കടുത്ത് ഒരു കോവർ കഴുത സംഘത്തിന് അകമ്പടി പോവുകയായിരുന്ന അദ്ദേഹം തണുത്തുറഞ്ഞ അരുവിയിലേക്ക് കാല് വഴുതി വീണ് ഒഴുകിപ്പോവുകയായിരുന്നു. ദിവസങ്ങളോളം അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ തിരഞ്ഞു. മഞ്ഞും മൂടൽമഞ്ഞും മരവിപ്പിക്കുന്ന കാറ്റും ഒന്നും അവരെ തടഞ്ഞില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്താനായില്ല. അപ്പോഴാണ് അസാധാരണമായ ഒന്ന് സംഭവിച്ചത്. 2 ദിവസത്തിന് ശേഷം ഹർഭജൻ ഒരു സഹസൈനികന്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു. സ്വപ്നത്തിൽ ശാന്തനായി കാണപ്പെട്ട അദ്ദേഹം തന്റെ മൃതദേഹം കിടക്കുന്ന കൃത്യമായ സ്ഥലം പറഞ്ഞു കൊടുത്തു. തിരച്ചിൽ സംഘം അവിടെ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ സ്ഥലത്ത് നിന്ന് തന്നെ ഹർഭജന്റെ ഭൗതിക അവശിഷ്ടങ്ങൾ കണ്ടെത്തി. സൈന്യം അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരത്തിനെ പൂർണ്ണ സൈനിക ബഹുമതികളോടെ തന്നെ നാട്ടിലേക്ക് തിരിച്ചയച്ചു. എന്നാൽ അതിർത്തിയിൽ നിലയുറപ്പിച്ച സൈനികർക്ക് ഇതൊരു തുടക്കം മാത്രമായിരുന്നു. താമസിയാതെ സൈനികർ അദ്ദേഹത്തിന്റെ ദൃശ്യങ്ങൾ കണ്ടതായി റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. ചിലർ അദ്ദേഹത്തെ രാത്രിയിൽ അതിർത്തിയിലൂടെ നടക്കുന്നത് കണ്ടു. ചിലർ അവരുടെ ബങ്കറുകളിൽ അദ്ദേഹത്തിന്റെ കാൽപെരുമാറ്റം കേട്ടു. ചിലർക്ക് സ്വപ്നങ്ങളിലൂടെ മുന്നറിയിപ്പുകൾ ലഭിച്ചു, ശത്രുക്കളുടെ നീക്കങ്ങളെക്കുറിച്ചും അപകടങ്ങൾ സംഭവിക്കുന്നതിന് മുൻപുള്ള സൂചനകളെക്കുറിച്ചും. അങ്ങനത്തെ ഒരു വിശ്വാസം അവിടെ വേരുറപ്പിച്ചു. ബാബ ഹർഭജൻ സിംഗ് ഇപ്പോഴും അതിർത്തി കാക്കുന്നു, തന്റെ സൈനികരെ സംരക്ഷിക്കുന്നു. അതിർത്തിയുടെ ഓരോ ഇഞ്ചും ആ നിരീക്ഷണത്തിലാണ്. ഈ വിശ്വാസം കാലം ചെല്ലുന്തോറും കൂടുതൽ ശക്തമായി വളർന്നു. ഇന്ത്യൻ ആർമി അദ്ദേഹം താമസിച്ചിരുന്ന ബങ്ക് സ്ഥിതി ചെയ്തിരുന്ന സ്ഥലത്ത് കടൽ നിലപ്പിൽ നിന്ന് ഏകദേശം 13,000 അടി ഉയരത്തിൽ ഒരു ക്ഷേത്രം പണി കഴിപ്പിച്ചു. ക്ഷേത്രത്തിൽ അദ്ദേഹത്തിനായി ഒരു മുറിയുമുണ്ട്. ഒരു സൈനികന്റെ മുറി എങ്ങനെയായിരിക്കണമോ അതുപോലെ തന്നെയാണ് ഇന്നും അദ്ദേഹത്തിന്റെ മുറി ഇന്ത്യൻ സൈന്യം സൂക്ഷിക്കുന്നത്. വൃത്തിയായി തേച്ച യൂണിഫോം, മിനുക്കിയ ബൂട്ടുകൾ, കിടക്ക, മേശ. എല്ലാ ദിവസവും സൈനികർ മുറി വൃത്തിയാക്കാറുണ്ടെങ്കിലും പിറ്റേന്ന് രാവിലെ ബൂട്ടുകളിൽ ചെളിയും കിടക്കവരിയിൽ ചുളിവുകളും കാണുന്നത് അദ്ദേഹത്തിന്റെ രാത്രികാല പെട്രോളിങ്ങിന്റെ സൂചനയായി സൈനികർ വിശ്വസിക്കുന്നു. ഇന്ത്യൻ സൈന്യത്തിന് ബാബ ഹർഭജൻ സിംഗ് ഒരു മിത്തല്ല. അദ്ദേഹം ഇപ്പോഴും സേവനത്തിലുള്ള ഒരു സൈനികനാണ്. പതിറ്റാണ്ടുകളായി ഇന്ത്യൻ സൈന്യം അദ്ദേഹത്തിന് ഔദ്യോഗികമായി പ്രമോഷനുകളും ശമ്പളവും ഒക്കെ അനുവദിച്ചു വരുന്നു. കുറച്ചു കാലം മുൻപ് വരെ എല്ലാ വർഷവും അദ്ദേഹത്തിന് ഔദ്യോഗിക അവധിയും നൽകിയിരുന്നു. പഞ്ചാബിലേക്കുള്ള ട്രെയിനിൽ അദ്ദേഹത്തിന്റെ ഒരു സീറ്റ് ബുക്ക് ചെയ്ത് ലഗേജ് അയക്കുന്ന ചടങ്ങും നിലവിലുണ്ടായിരുന്നു. ഈ ഒരു പാരമ്പര്യം വർഷങ്ങളോളം തുടർന്നു. അതിന്റെ പിന്നിലെ അഗാധമായ വികാരം മനസ്സിലാക്കാൻ കഴിയാത്ത ചിലർ ഇത് ചോദ്യം ചെയ്യുന്നത് വരെ. അതിനുശേഷം സൈന്യം അദ്ദേഹത്തിന്റെ വാർഷിക അവധി നിർത്തി. ഇപ്പോൾ ക്യാപ്റ്റൻ ഹർഭജൻ സിംഗ് വർഷം മുഴുവൻ ഡ്യൂട്ടിയിൽ തുടരുന്നു. 24/7 വർഷം മുഴുവൻ സിക്കിമിന്റെ അതിർത്തികൾ ബാബ ഹർഭജൻ ശാശ്വതമായി കാത്തു സൂക്ഷിക്കുകയാണ് എന്നാണ് സൈനികരുടെ ദൃഢവിശ്വാസം. ഈ ആദരവ് ഇന്ത്യയുടെ ഭാഗത്ത് മാത്രം ഒതുങ്ങുന്നില്ല. അതിർത്തിക്കപ്പുറമുള്ള ചൈനീസ് സൈനികർ പോലും ഇന്ത്യയുടെ ഭാഗത്ത് ആരോ എന്തോ ഉണ്ടെന്ന് അംഗീകരിക്കുന്നു. യുദ്ധത്തിൽ പരിചയസമ്പന്നരായ ചൈനീസ് സൈനികർക്ക് പോലും അവിടെ കാൽ പെരുമാറ്റം കേൾക്കുന്നതിന്റെ, നിഴലുകൾ കാണുന്നതിന്റെ, അസ്വസ്ഥതയുണ്ടാക്കുന്ന ഒരു സാന്നിധ്യത്തെക്കുറിച്ച് ഉള്ള കഥകളുണ്ട്. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി യോഗങ്ങളിൽ അദ്ദേഹത്തിനായി ഒരു കസേര ഒഴിച്ചിടുന്ന പതിവും ഇന്ത്യൻ സൈന്യം ഇന്നും തുടർന്നു പോരുന്നു. ഇന്ത്യയുടെ അതിർത്തികളിലുടനീളം അദൃശ്യരായ സംരക്ഷകരെ കുറിച്ചും കാവൽ തുടരുന്ന സൈനിക ആത്മാക്കളെക്കുറിച്ചും എണ്ണമറ്റ കഥകൾ പറയുന്നുണ്ട്. അവരിൽ ചിലർക്ക് ക്ഷേത്രങ്ങളുമുണ്ട്. എന്നാൽ അവരെല്ലാവർക്കും ഇടയിൽ ബാബ ഹർഭജൻ ഏറ്റവും ആദരണീയനായി നിലകൊള്ളുന്നു. നാഥുലായുടെ അമരനായ കാവൽക്കാരനായി, മഞ്ഞിലൂടെ നടന്നു പോകുന്ന ഒരു ഒറ്റപ്പെട്ട രൂപമായി, മങ്ങിയ ബൂട്ടടയാളങ്ങളായി, രാത്രിയിലെ കാൽപെരുമാറ്റങ്ങളായി, ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്ന സൈനികരുടെ ചെവിയിൽ വരാനിരിക്കുന്ന അപകടത്തെക്കുറിച്ച് മന്ത്രിക്കുന്ന അരൂപിയായി ഇന്നും അദ്ദേഹം അവിടെ തുടരുന്നു. ഞാൻ കാവലുണ്ട്, നിങ്ങൾ ധൈര്യമായി ഉറങ്ങിക്കോളൂ എന്നൊരു സാന്ത്വനമായി ഇന്നും അദ്ദേഹം അവിടുത്തെ ജനങ്ങൾക്ക് ആശ്വാസമേകാറുണ്ട്. 24/7 ഓൺ ഡ്യൂട്ടി. മെഡലുകൾക്ക് വേണ്ടിയല്ല, ബഹുമതികൾക്ക് വേണ്ടിയല്ല, മരിച്ച് മണ്ണോടലിന് ചേർന്നിട്ടും പിറന്നു വീണ തന്റെ മണ്ണിനോടുള്ള, തന്റെ സൈനികരോടുള്ള, തന്റെ മാതൃഭൂമിയോടുള്ള അടങ്ങാത്ത സ്നേഹം ഒന്നുകൊണ്ട് മാത്രം.
ബാബ ഹർഭജൻ സിംഗിന്റെ കഥ ഇന്ത്യൻ സൈനികർക്ക് കേവലം നാടോടി കഥയല്ല, മരണം കൊണ്ട് പോലും ഒരു സൈനികന്റെ ഡ്യൂട്ടി അവസാനിക്കുന്നില്ല എന്ന ആവേശമാണ്. ചിലപ്പോൾ മരണവും ദേശഭക്തിക്ക് മുൻപിൽ വഴിമാറി കൊടുക്കുമെന്ന യാഥാർത്ഥ്യമാണ്. ജയ് ഹിന്ദ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.